11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മസിൽസിനെ കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. മസിൽ കോൺട്രാക്ഷൻ്റെ തിയറിയായ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ലോക്കോമോഷൻ പോസിബിൾ ആകാനായിട്ട് ഒരു സിസ്റ്റം കൂടി ആവശ്യമാണ്. അതേതാണ്? സ്കെലറ്റൽ സിസ്റ്റം അല്ലേ? സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ എല്ലുകളും കൂടി ചേർന്നതാണ്. എല്ലുകൾ മാത്രമല്ല, അവരുടെ ജോയിൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ചാപ്റ്ററിലേതും പോലെ അവസാനം നമ്മൾ കുറച്ച് ഡിസോർഡേഴ്സ്, ഈ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് സ്കെലറ്റൽ സിസ്റ്റം പഠിക്കാം. ഇനി നമ്മൾ സ്കെലറ്റൽ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കറിയാം എത്ര ബോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ? 206 ബോൺസ് അല്ലേ? 206 ബോൺസ്. പക്ഷേ കുഞ്ഞുങ്ങളിൽ, അതായത് ശൈശവാവസ്ഥയിൽ അവർക്ക് 300-ൽ കൂടുതൽ ബോൺസ് ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വളരുമ്പോൾ ജോയിൻ ചെയ്തിട്ട് അവസാനം ഒരു അഡൾട്ടിൽ എത്ര ബോൺസ് ആണുള്ളത്? ഒരു അഡൾട്ടിൽ 206 ബോൺസ് ആണ്. ഇനി ഈ 206 ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ളിൽ തുടങ്ങിയിട്ട് നമ്മുടെ പാദങ്ങൾ വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും കണക്ട് ചെയ്തിട്ടാണ്. ശരിക്കും സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ ശരീരത്തിന് ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്ന അല്ലെ, ഒരു രൂപം. ഈ എല്ലൊക്കെ ഒന്ന് വലിച്ചൂരി നോക്കിയാൽ നമ്മളൊരു മാംസ കൂമ്പാരമായിട്ട് മാറും അല്ലേ? അപ്പോൾ ആ ഒരു പോസ്ചറും ആ ഒരു ഷേപ്പും ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് സ്കെലറ്റൽ സിസ്റ്റം ആണ്. പിന്നെ മസിൽസ് എല്ലാം അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. ഒപ്പം തന്നെ നമുക്ക് മൂവ്മെന്റും പോസിബിൾ ആവും. ഇനി നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തെ നമുക്ക് 2 ഭാഗമായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ആക്സിയൽ സ്കെലറ്റൺ എന്ന് പറയുന്നു. രണ്ടാമത്തെ പാർട്ട് അപ്പെൻഡിക്കുലർ സ്കെലറ്റൺ. ഇവിടെ ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും. സോ ആക്സിയൽ സ്കെലറ്റൺ നോക്കൂ, നമ്മുടെ ബോഡിയുടെ ആക്സിസിലാണ് അത് ഉള്ളത്. ആക്സിസ് എന്ന് പറയുന്നത് എന്താ? ആ സെൻട്രൽ പാർട്ട് അല്ലേ? അവിടെയാണ് നമ്മുടെ വരുന്ന ബോൺസ് എല്ലാം കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ അതെല്ലാമാണ് നമ്മുടെ ആക്സിയൽ സ്കെലറ്റൺ. അപ്പോൾ നമ്മുടെ ആക്സിയൽ സ്കെലറ്റണിൽ നമുക്ക് 80 ബോൺസ് ആണ് ടോട്ടലായിട്ട് ഉള്ളത്. ഇനി അപ്പെൻഡിക്കുലർ സ്കെലറ്റൺ ആണ് രണ്ടാമത്തെ ഭാഗം. അപ്പെൻഡിക്കുലർ സ്കെലറ്റണിന് 126 ബോൺസ് ഉണ്ട്. അവ നമ്മുടെ ശരീരത്തിന്റെ അപ്പൻഡിക്സ് ആണ്. അതായത് നമ്മുടെ അഡീഷണൽ അറ്റാച്ച്മെന്റ് പോലെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൈകാലുകളാണ്. പക്ഷേ ഈ കൈകാലുകൾ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഗേർഡിൽ എന്നൊരു സെറ്റ് ഓഫ് ബോൺസ് കൂടെ ഉണ്ട്. കാരണം കൈയിനെയും കാലിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കുള്ള ബോൺസ്. അപ്പോൾ ഈ ഗേർഡിൽസും കൈകളും കാലുകളും ചേർന്ന് 126 ബോൺസ് ആണ് നമ്മുടെ അപ്പെൻഡിക്കുലർ സ്കെലറ്റൺ. അപ്പോൾ സ്കെലറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് 2 പാർട്ടായി തിരിക്കാം. ഒന്ന് ആക്സിയൽ സ്കെലറ്റൺ, മറ്റേത് അപ്പെൻഡിക്കുലർ സ്കെലറ്റൺ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്കള്ളാണ്. സ്കൾ എന്ന് പറയുന്നത് തലയോട്ടി. ഇതിൽ നമുക്ക് 2 തരത്തിലുള്ള ബോൺസ് ആണുള്ളത്. നമ്മുടെ തലയുടെ പിൻഭാഗത്ത് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ക്രേനിയൽ ബോൺസ്. അതേസമയം നമ്മുടെ മുഖത്തിന്റെ രൂപം നൽകുന്നതാണ് നമ്മുടെ ഫേഷ്യൽ ബോൺസ്. അപ്പോൾ ഫേഷ്യൽ ബോൺസും ക്രേനിയൽ ബോൺസും കൂടി ചേർന്നുണ്ടായതാണ് നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. അതുകൂടാതെ കുറച്ച് അഡീഷണൽ ബോൺസും ഈ ഭാഗത്തുണ്ട്. അതിൽ ഒന്നാണ് ഹയോയിഡ് ബോൺസ്, മറ്റൊന്ന് ഇയർ ഓസിക്കിൾസ്. നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് സ്കളിന്റെ മെയിൻ ബോൺസ് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു പിൻഭാഗത്ത് തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമാണ് ക്രേനിയം. അപ്പോൾ ഈ ക്രേനിയത്തിൽ നമുക്ക് 8 ബോൺസ് ആണുള്ളത്. ഫ്രണ്ടൽ, അതായത് മുൻഭാഗത്ത് വരുന്ന ബോണാണ് ഫ്രണ്ടൽ. പിന്നെ സൈഡിൽ വരുന്നത് പെറൈറ്റൽ, ചെവിയുടെ മുകളിലായിട്ട് ടെമ്പറൽ, ആൻഡ് കണ്ണിന്റെ പിറകിൽ, അതായത് നമ്മുടെ തലയുടെ പിൻഭാഗത്തായിട്ട് ഓക്സിപിറ്റൽ. ഈ 4 ബോൺസും 2 വീതം ഉണ്ട്. അപ്പോൾ 4 × 2 8 ബോൺസ് ആണ് നമുക്ക് ക്രേനിയൽ ബോൺസ് ആയിട്ട് ഉള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നത് 14 ബോൺസ് ആണ് ഉള്ളത്. അതിന്റെ പേരൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കപ്പോൾ സ്കളിൽ ഇപ്പോൾ എത്ര ബോൺസ് ആയി? 14 ഫേഷ്യൽ ബോണും 8 ക്രേനിയൽ ബോൺസും ചേർന്ന് 22 ബോൺസ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ബോൺസിന്റെ കാര്യം സംസാരിക്കാം. ഈ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു യു ഷേപ്ഡ് ബോൺ കാണാൻ പറ്റും. ഈ യു ഷേപ്ഡ് ബോണിനെ പറയുന്ന പേരാണ് ഹയോയിഡ് ബോൺ എന്നുള്ളത്. ഈ ഹയോയിഡ് ബോണ് നമ്മുടെ ടങ്, നാക്കിനെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ സംസാരിക്കാനുള്ള ഒരു ഹെൽപ്പ് തരുന്നുണ്ട്. ഇനി നമ്മുടെ ചെവിയുടെ അകത്ത്, ഇതാണ് ഔട്ടർ ഇയർ. ഈ ഔട്ടർ ഇയർ വന്ന് നമുക്ക് ഇങ്ങനെ നിൽക്കും. ഇനി ഇവിടെ നിന്ന് 3 ബോൺസ് ആണ് അതിനെ ഇന്നർ ഇയറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ 3 ബോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസിനെ നമ്മൾ ഓഡിറ്ററി ഓസിക്കിൾസ് എന്നും പറയുന്നു. ഇത് വളരെ ചെറിയ 3 ബോൺസ് ആണ്. ആദ്യത്തേത് മാലിയസ്, രണ്ടാമത്തേത് ഇൻകസ്, മൂന്നാമത്തേത് സ്റ്റേപ്പിസ്. സോ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്, ഇത് 3ഉം ചേർന്നുണ്ടാകുന്ന ബോൺസിനെയാണ് നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്.
പക്ഷേ നമുക്കറിയാം 3 ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് 2 ചെവിയില്ലേ? അപ്പൊ ടോട്ടൽ എത്രയായി? 6 ബോൺസ് ഉണ്ട്. ഇനി ജനറൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ പറയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ ഏതാന്ന് വെച്ചാൽ സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ടു? 14 ഫേഷ്യൽ ബോൺസ്, 8 ക്രേനിയൽ ബോൺസ്, ഒരു ഹയോയിഡ്, 6 നമ്മുടെ ഇയർ ഓസിക്കിൾസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 29 ബോൺസ് ആണ് നമ്മുടെ സ്കൾ റീജിയനിൽ മാത്രമായിട്ട് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ആക്സിയൽ സ്കെലറ്റണിന്റെ രണ്ടാമത്തെ പാർട്ടാണ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം അഥവാ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയും അല്ലേ, നമ്മുടെ നട്ടെല്ല്. നട്ടെല്ല് എന്ന് പറയുന്നത് പല വെർട്ടിബ്ര കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ബോണിനെയും നമ്മൾ അതിനെ വെർട്ടിബ്ര അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനെയും വെർട്ടിബ്ര എന്ന് പറയും, പ്ലൂറൽ വെർട്ടിബ്രേ. ഇനി എത്ര വെർട്ടിബ്രയുണ്ട്? 26 വെർട്ടിബ്രയുണ്ട്. പക്ഷെ ഞാനിവിടെ 33 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ചില ബോൺസ് ഫ്യൂസ് ആയിട്ട് ടോട്ടൽ നമ്പർ നമ്മൾ 26 എന്നാണ് കണക്കാക്കുന്നത്. ഇനി വെർട്ടിബ്രൽ കോളത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇത് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മുടെ നാഡീവ്യൂഹം അല്ലെ, അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. അതില് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. പിന്നെ നമ്മുടെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യണം, തല ഇങ്ങനെ നേരെ നിൽക്കുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു ഫങ്ഷൻ കൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ റിബ്സിനെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നു, ഒപ്പം തന്നെ മസിൽസിനെയും അറ്റാച്ച് ചെയ്യുന്നു. സോ അറ്റാച്ചസ് റിബ്സ് ആൻഡ് ബാക്ക് മസിൽസ്. ഇതൊക്കെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഫങ്ഷൻ. ഇനി ഒരു വെർട്ടിബ്രയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു ഹോളോ കനാൽ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ന്യൂറൽ കനാൽ. ആ ന്യൂറൽ കനാലിനകത്തുകൂടിയാണ് ആര് പാസ് ചെയ്യുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെർട്ടിബ്രൽ കോളത്തിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഇതിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സെർവൈക്കൽ വെർട്ടിബ്രേ. സെർവൈക്കൽ എന്ന് പറയുന്നത് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിബ്രയാണ്. അത് 7 എണ്ണമാണ് ഉള്ളത്. നമ്മൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നൊരു അസുഖം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ മീശ മാധവനിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫ് ഒരു കോളറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അത് ചില ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അവർക്ക് ഈ സെർവൈക്കൽ ബോൺസിന് പ്രശ്നമുള്ളതാണ്. ഈവൻ സെർവൈക്കൽ സ്പോണ്ടിലോസിസിലും ചില ആൾക്കാർക്ക് കോളർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഈ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 ബോൺസ് ആണ് സെർവൈക്കൽ ബോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെർവൈക്കൽ വെർട്ടിബ്രയിലുള്ളത്. അപ്പോൾ മിക്കവാറും മാമൽസിന് 7 ആണുള്ളത്. പക്ഷെ നമ്മളപ്പോൾ വിചാരിക്കും ജിറാഫിന് വലിയ നീണ്ട കഴുത്തല്ലേ, അപ്പോൾ ഒരു 100 സെർവൈക്കൽ വെർട്ടിബ്രേ കാണുമെന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ അല്ല, ജിറാഫിനും 7 തന്നെയുള്ളൂ. പക്ഷെ അതിൽ തമ്മിലുള്ള അകലം കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ സെർവൈക്കൽ വെർട്ടിബ്രേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നെക്ക് റീജിയനെയാണ്. ഇനി ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ആദ്യത്തെ വെർട്ടിബ്ര, അതായത് ഫസ്റ്റ് സെർവൈക്കലിനെ പറയുന്ന പേരാണ് അറ്റ്ലസ്. ഈ അറ്റ്ലസ് നമ്മുടെ സ്കള്ളിലെ ഓക്സിപിറ്റൽ കോണ്ടൈലുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുക എന്നുള്ളതിന്റെ വേർഡാണ്. അതായത് സിംപ്ലി അത് ഫ്യൂസ് ചെയ്യുകയല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു വെഡ്ജിൽ വീഴുക പോലെ ഉള്ള ഒരു അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അറ്റ്ലസ് ആരുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്സിപിറ്റൽ കോണ്ടൈൽ ഓഫ് ദി സ്കൾ. അങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ ചെസ്റ്റ് റീജിയൻ. ചെസ്റ്റ് റീജിയനെ നമ്മൾ പറയുന്ന പേരെന്താണ്? തൊറാസിക് ക്യാവിറ്റി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? തൊറാസിക് വെർട്ടിബ്രേ. തൊറാസിക് വെർട്ടിബ്രയുടെ നമ്പറാണ് കൂടുതൽ, 12. നമ്മുടെ മുതുകിന്റെ ഏതാണ്ട്, അതായത് ഇവിടെ മുതൽ കഴുത്തിന്റെ ഷോൾഡർ തുടങ്ങി നമ്മുടെ മുതുകിന്റെ ഏതാണ്ട് താഴെ ബാക്ക് വരെ ആ ഒരു വളവ് വരുന്ന അതുവരെ ഉണ്ട് നമ്മുടെ തൊറാസിക് വെർട്ടിബ്രേ. അതിന്റെ എണ്ണം 12 ആണ്. അപ്പൊ അതിനെ നമ്മുടെ നടുവിന്റെ സപ്പോർട്ടാണ്, മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ വയറിന്റെ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലംബാർ എന്ന് പറയും. അതൊരു 5 എണ്ണം ഉണ്ട് വയറിന്റെ ഭാഗം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു ബോൺ എന്ന് പറയുന്നത് സേക്രൽ എന്ന് പറയും. ഈ സേക്രൽ ഇത് ശരിക്കും 5 ബോണ് ഫ്യൂസ് ചെയ്ത്, എപ്പോഴും നമ്മൾ ഫ്യൂഷന് ബ്രാക്കറ്റ് കാണിക്കും. അപ്പോൾ 5 ബോൺസ് ഫ്യൂസ് ചെയ്താണ് സേക്രൽ. പിന്നെ ലാസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കോക്സിജിയൽ. ഈ കോക്സിജിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് 4 ബോൺസിന്റെ ഫ്യൂഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1 എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്, കാരണം അത് ഫ്യൂസ് ചെയ്ത ഒരു സ്ട്രക്ചറായി. ഈ കോക്സിജിയൽ ബോണിനെ നമ്മൾ കോഡൽ ബോൺ എന്ന് പറയും. കോഡൽ ബോൺ എന്ന് വെച്ചാൽ എന്താ? ടെയിൽ ബോൺ. നമ്മുടെ ബോഡിയുടെ ഏറ്റവും എൻഡിലാണത് വരുന്നത്, ടെയിൽ ബോൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. 7 സെർവൈക്കൽ വെർട്ടിബ്രേ നെക്കില്, പിന്നെ ചെസ്റ്റ് ക്യാവിറ്റിയെ സപ്പോർട്ട് ചെയ്ത് 12 തൊറാസിക് വെർട്ടിബ്രേ, വയറിനെ സപ്പോർട്ട് ചെയ്ത് 5 ലംബാർ, പിന്നെ ഒരു സേക്രൽ, പിന്നെ ഒന്ന് കോക്സിജിയൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫോർമുല എഴുതി നോക്കിയാൽ
C7, T12, L5, S1, C1. നമുക്കിപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ T5 അല്ലെങ്കിൽ T9 എന്നൊക്കെ പറയും. എന്താണ് തൊറാസിക് 5th, തൊറാസിക് 9 അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് മറ്റൊരു സ്ട്രക്ചറായ റിബ് കേജിനെ കുറിച്ചാണ്. നമ്മുടെ റിബ് കേജും റിബ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. റിബ്സ് എന്ന് പറയുന്നത് ഈ ബോൺസ് മാത്രമാണ്. പക്ഷെ റിബ് കേജ് എന്ന് പറയുന്നത് അതില് പുറകിലായിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളവും മുമ്പിൽ നമ്മുടെ ചെസ്റ്റ് ബോണും എല്ലാം കൂടി ചേർന്നതാണ് റിബ് കേജ്. അപ്പോൾ ഒരു റിബ് കേജിന്റെ പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റേർണം അഥവാ ചെസ്റ്റ് ബോൺ, റിബ്സ്, വെർട്ടിബ്രൽ കോളം, ഇതെല്ലാം ചേർന്നതാണ് റിബ് കേജ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർ റിബ് കേജ് ആണോ എക്സാമിന് ചോദിക്കുന്നത് അതോ റിബ് ആണോ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഈ കളേർഡ് ആയിട്ടുള്ള ബോൺ, ഒരു ഫ്ലാറ്റ് ടൈ പോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചെസ്റ്റിലുള്ള ബോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേർണം എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലാറ്റ് ബോൺ ആണ്. ഇതിലേക്കാണ് നമ്മുടെ റിബ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് റിബ്സിനെ കുറിച്ച് പഠിക്കാം. റിബ്സ് എന്ന് പറയുന്നത് നമുക്ക് 12 പെയേഴ്സ് ഉണ്ട്. 12 പെയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 24 റിബ്സ് ആണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ 7 നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയും. ട്രൂ, ശരിയായിട്ടുള്ള റിബ്സ്, ആദ്യത്തെ 7 പെയർ. അതെന്താണെന്ന് വെച്ചാൽ അവ മുമ്പില് നമ്മുടെ സ്റ്റെർണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. മുമ്പിലെന്ന് പറയുമ്പോൾ ഏത് പാർട്ടാണ്? വെൻട്രൽ റീജിയൻ അല്ലേ? വെൻട്രൽ പാർട്ടിൽ സ്റ്റെർണം അല്ലെങ്കിൽ ചെസ്റ്റ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കില് അതായത് ഡോസൽ സൈഡില് നമ്മുടെ വെർട്ടിബ്രൽ കോളവുമായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ്ലി നല്ല ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഫ്രണ്ടില് സ്റ്റെർണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബാക്കില് വെർട്ടിബ്രൽ കോളവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വെർട്ടിബ്രൽ കോളത്തിന്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഈ റിബ്സിന് 2 ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ബൈസെഫാലിക് എന്ന് പറയും. അപ്പൊ ബൈസെഫാലിക് റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിബ്സ് ഡോർസൽ റീജിയനിൽ വെർട്ടിബ്രൽ കോളം അറ്റാച്ച് ചെയ്യുന്നിടത്ത് 2 ആർട്ടിക്കുലേഷൻ സർഫസിൽ കൂടിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ബൈസെഫാലിക്. ഇനി ഈ 7 പെയേഴ്സ് കഴിഞ്ഞു വരുന്ന 8, 9, 10ാമത്തെ പെയേഴ്സിനെ പറയുന്ന പേരാണ് ഫോൾസ് റിബ്സ്. ഫോൾസ് ആണ്, അവർ അത്ര ശരിയല്ല. എന്താ കാര്യം? അവർ പുറകില് ഡോർസലി വെർട്ടിബ്രൽ കോളത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ അവർ സ്റ്റെർണുമായിട്ടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവർ വന്ന് 7ാമത്തെ റിബ്സിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫോൾസ് റിബ്സ് അറ്റാച്ച് ടു ബാക്ക് ബോൺ ഡോർസലി, പക്ഷേ വെൻട്രലി സ്റ്റെർണത്തിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. പകരം 7ാമത്തെ റിബിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് 2 ഫ്ലോട്ടിംഗ് റിബ്സ്, അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. അത് 11ഉം 12ാമത്തെ പെയറാണ്. അതായത് അവർ ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ അവർ ഫ്രീ ആണ്. കാരണം മുമ്പിലോട്ട് വരുന്നില്ല, അവർ ശരിക്കും നമ്മുടെ ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ, അത്രയും ലെങ്തേ ഉള്ളൂ അതിന്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പം റിബ്സിനെ ചോദിച്ചാൽ 3 തരമുണ്ട്. ഫസ്റ്റ് 1 to 7 പെയേഴ്സ് ഓഫ് റിബ്സ് ആർ കോൾഡ് ട്രൂ റിബ്സ്. 8, 9 and 10 are called false ribs. 11 and 12 are called floating ribs. True ribs are attached to the vertebral column behind, മുന്നില് സ്റ്റെർണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതേസമയം ഫോൾസ് റിബ്സ് പുറകില് വെർട്ടിബ്രൽ കോളമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടില് 7ാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് റിബ്സ് പുറകില് വെർട്ടിബ്രൽ കോളമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ അറ്റാച്ച്മെന്റ് ഒന്നും തന്നെ ഇല്ല, ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു ടോട്ടൽ നമ്പർ ഒന്ന് നോക്കിയാലോ. അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ ആദ്യം നമ്മൾ സ്കള്ള് പറഞ്ഞല്ലേ. സ്കള്ളിൽ എത്രയുണ്ടായിരുന്നു? 22 ബോൺസ്, 8 ക്രേനിയവും 14 ഫേഷ്യൽ ബോണും, പിന്നെ ഒരു ഹയോയിഡ് ബോൺ ഉണ്ടായിരുന്നു, പിന്നെ ഇയർ ഓസിക്കിൾസ് ഉണ്ടായിരുന്നു 6 എണ്ണം. അപ്പൊ തന്നെ നമ്മൾ അവിടെ 29 ബോണിനെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റെർണം വന്നപ്പോൾ എന്തായി? 30ആയി. ഈ സ്റ്റെർണത്തിനോട് കൂടി നമ്മൾ 26 വെർട്ടിബ്രൽ കോളം കൂടി ആഡ് ചെയ്തു. അപ്പൊ എത്രയായി നമുക്ക്? 56 പ്ലസ് നമ്മുടെ 24 റിബ്സ്. അപ്പൊ എത്രയായി? 80. സോ നമുക്ക് 80 റിബ്സ് ആണ്, 80 ബോൺസ് ആണ് ടോട്ടൽ അപ്പെൻഡിക്കുലർ സ്കെലിറ്റനിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ, അതായത് നമ്മുടെ കൈകാലുകളും അവ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗേർഡിൽസും ചേർന്നതാണ്. ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ചേർന്നതാണ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ. നമുക്ക് ആദ്യം വരുന്നത് ഷോൾഡർ ബോൺസ് ആണ്. നമ്മുടെ കൈകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഷോൾഡർ ബോൺസ് ഉള്ളത്. ഈ ഷോൾഡർ ബോൺസ് 2 ബോൺസ് ആണ് ഉള്ളത്. 2 സൈഡിലും കൂടി ആവുമ്പോൾ 2 4ആയി മാറുന്നു. അതിൽ 2 ബോൺസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ലോങ് ബോൺ, നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഒരു ബോണാണ്. അതിനെ പറയുന്ന പേരാണ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളർ ബോൺ ആണ്.
നല്ല മെലിഞ്ഞിരിക്കുന്ന ആളുകൾ ഇവിടെ നല്ലൊരു കുഴി പോലെ കാണും അല്ലേ? ഈ കോളർ ബോൺസ് ആണ് നമ്മളവിടെ ഈ ക്ലാവിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ല കുഴിഞ്ഞു കാണും. അത് ബാക്കിലെ ഒരു ട്രയാങ്കുലർ ബോണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ട്രയാങ്കുലർ ബോണിനെ പറയുന്ന പേരാണ് സ്കാപ്പുല. ഓക്കെ, ഇറ്റ്സ് എ ട്രയാങ്കുലർ ഷേപ്ഡ് ബോൺ അറ്റ് ദ ബാക്ക്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഇവിടെ ആയിട്ട് വരും. അതും മെലിഞ്ഞ ആളുകളിൽ നല്ലപോലെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് അവർ കുറച്ചൊന്നിങ്ങനെ കൈ പിറകിലോട്ടാക്കുമ്പോൾ അവിടെ ഒരു നല്ലൊരു മുള്ളു പോലെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വരും അല്ലെ? അതിന്റെ പേരാണ് സ്പൈൻ. അപ്പോൾ ഒരു റിഡ്ജ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിവേറ്റഡ് റിഡ്ജ് ഷേപ്ഡ് സ്ട്രക്ചർ ഈ സ്കാപ്പുല അല്ലെങ്കിൽ ട്രയാങ്കുലർ പാർട്ടി വരുന്ന അതിനെ പറയുന്ന പേരാണ് സ്പൈൻ. ആ പേര് സ്പൈൻ എന്ന് വെച്ചാൽ എന്താ? മുള്ളല്ലേ? അതുപോലെ തന്നെ സ്പൈൻ നല്ല ഷാർപ്പാണ്. ഇനി അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് അക്രോമിയോൺ. അതായത് ഇവിടെ നിന്ന് ഈ റിഡ്ജ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഷോൾഡറിലേക്ക് പോകുന്ന ഒരു സ്ട്രക്ചറിനെയാണ് അക്രോമിയോൺ എന്ന് പറയുന്നത്. ഈ അക്രോമിയോൺ ഷോൾഡറിന്റെ അവിടെ വെച്ചിട്ട് ക്ലാവിക്കിളുമായിട്ട് ഫ്യൂസ് ആവും. അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഈ ക്ലാവിക്കിളും പിറകിൽ നിന്ന് വരുന്ന അക്രോമിയോണും ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ക്ലാവിക്കിളും ഇവിടെ ഇത് മറ്റേതും ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടായി. ആ ക്യാവിറ്റി എന്ന് പറയുന്ന പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. അതായത് നമ്മുടെ കക്ഷത്തിന്റെ ഭാഗം അല്ലെ? ഗ്ലിനോയിഡ് ക്യാവിറ്റി, നമ്മുടെ ആംപിറ്റ് എന്ന് പറയും. അതിലേക്കാണ് നമ്മുടെ കൈയുടെ ആദ്യത്തെ ബോൺ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലേക്കാണ് ഈ ആമിന്റെ ബോൺ, ഇതിനെ പറയുന്ന പേരാണ് ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെക്ടറൽ ഗേർഡില് 2 ബോൺസ് ആണുള്ളത്. ഒന്ന് ക്ലാവിക്കിൾ അഥവാ കോളർ ബോൺ ഇവിടെയുണ്ട്. പിന്നെ ഒന്ന് ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ബോൺ കോൾഡ് ഷോൾഡർ ബോൺ. അതിന്റെ ഒരു ഇലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആ സ്പൈൻ. ആ സ്പൈൻ അത് ഇങ്ങോട്ട് വരും ഷോൾഡറിലേക്ക്. അതിന്റെ പേരാണ് ഇലിവേറ്റഡ് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതിന്റെ പേരാണ് അക്രോമിയോൺ. അക്രോമിയോൺ ക്ലാവിക്കിളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാക്കും. അതിനെ പറയുന്ന പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ആ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലേക്കാണ് നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ പെക്ടറൽ ഗേർഡിൽ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ 4 ബോൺസ് ആയി കഴിഞ്ഞു. റൈറ്റിൽ 2, ലെഫ്റ്റിൽ 2. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം കാണാം. സെയിം ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കൈകളിലെ ബോൺ നോക്കിയാലോ. നമ്മുടെ കൈകളിൽ 30 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 30 + 30 2 കൈ ആവുമ്പോൾ 60 ബോൺസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഈ ഒരു ബോൺ, അതായത് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ കൈമുട്ട് വരെയുള്ള എൽബോ വരെയുള്ള ഒരു ബോണിനെ പറയുന്ന പേരാണ് ഹ്യൂമറസ്. അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ എൽബോ കൈമുട്ട് മുതൽ നമ്മുടെ റിസ്റ്റ് വരെയുള്ള ഭാഗത്ത് നമുക്ക് 2 ബോണാണുള്ളത്. ഒരു ബോണിന്റെ പേരാണ് റേഡിയസ്, മറ്റൊരു ബോണിന്റെ പേരാണ് അൾന. വളരെ തിന്നായിട്ടുള്ള ലോങ് ബോണാണ് അൾന. അപ്പോൾ ഹ്യൂമറസ്, പിന്നെന്താണ് റേഡിയസ്, അൾന. ഇനി നമ്മുടെ റിസ്റ്റിൽ വരുമ്പോൾ അവിടെ കുറെ കുഞ്ഞു കുഞ്ഞു ബോൺസ് ഉണ്ട്. ആ ബോൺസിനെ പറയുന്ന പേരാണ് കാർപ്പൽസ്. അവർ 8 ബോൺസ് ആണുള്ളത്. 4 + 4 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ റിസ്റ്റിൽ. ഓക്കെ, കുഞ്ഞു 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 ബോൺസ് ഉണ്ട്. അതാണ് കാർപ്പൽസ്. പിന്നെ നമുക്ക് മെറ്റാകാർപ്പൽസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇവിടെ കാണുന്നില്ലേ? അതായത് ഈ റിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഈ 5 ബോൺസ്, ഓരോ വിരലിനും ഓരോന്നുണ്ട്. അങ്ങനെ 5 ബോൺസ്, അതാണ് മെറ്റാകാർപ്പൽസ്. പിന്നെ വരുന്നത് ഫെലാഞ്ചസ്. ഫെലാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈകളാണ്. കൈകളിൽ, അതായത് ഫിംഗർ, നമ്മുടെ വിരലുകളിലെ ബോൺസ് ആണ്. നമുക്ക് വിരലുകളിൽ ഓരോ വിരലിലും 3 ബോൺ വെച്ചുണ്ട്. ഈ 4 വിരലുകളിൽ അല്ലെ, 1 2 3 3 ജോയിന്റ് അല്ലേ? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ ഇങ്ങനെ 3 ആയിട്ട്. സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെലാഞ്ചസ്. അപ്പോൾ ഈ ഫെലാഞ്ചസ് എന്ന് പറയുന്നത് 4 × 3 12 എണ്ണം ഈ 4 വിരലിലും. തമ്പിൽ നമുക്ക് 2 ഉള്ളൂ. അപ്പൊ 12 2 14 ഫെലാഞ്ചസ് ആണ് ഉള്ളത് ഒരു കൈയിൽ. ഇപ്പൊ നമ്മുടെ ഒരു കൈയുടെ കാര്യമാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇത് നമുക്ക് എണ്ണി നോക്കിയാലോ. 14 ഫെലാഞ്ചസ്, 5 മെറ്റാകാർപ്പൽ, 19 8 27 28 29 30 ബോൺസ്. അപ്പൊ ഏതൊക്കെയാ പേര് പഠിച്ചു വെക്കുക? ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫെലാഞ്ചസ്. ഒന്നുകൂടെ, ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫെലാഞ്ചസ്. ഇനി നമുക്ക് കാലിന്റെ ഭാഗം നോക്കാം. പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിലിന്റെ 2 ഹാഫ് ആണുള്ളത്. ഇതിനെ ഈ ഒരു ഹാഫ്, ഈ ഒരു ബോണിനെ പറയുന്ന പേരാണ് കോക്സൽ ബോൺ. ഈ കോക്സൽ ബോൺ, ഈ കോക്സൽ ബോൺ എന്ന് പറയുന്നത് 3 ബോൺ ഫ്യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു ഇലിയം എന്നൊരു ബോൺ, ഇവിടെ ഒരു ഇസ്കിയം എന്നൊരു ബോൺ, ആൻഡ് ഇവിടെ ഒരു പ്യൂബിസ് എന്നൊരു ബോൺ.
ഇത് മൂന്നും കൂടെ ഫ്യൂസ് ചെയ്ത് ഒറ്റ സ്ട്രക്ചർ ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഭാഗത്തൊന്ന് ഈ ഭാഗത്തൊന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് 1 1 2 ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷനെ പറയുന്ന പേരാണ് പ്യൂബിക് സിംഫിസിസ്. കാരണം ഒരു ഫൈബ്രസ് കണക്ഷൻ ആണ്. ഈ രണ്ട് ഹാഫിനെയും കൂടെ ജോയിൻ ചെയ്ത് വെക്കുന്ന ഒരു ഫ്രണ്ടൽ പാർട്ട്, ദാറ്റ് മീൻസ് വെൻട്രൽ മുമ്പിലായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് പ്യൂബിക് സിംഫിസിസ്. ഇനി ഇവിടെയാണ് ഇവിടെ ഒരു ക്യാവിറ്റി വരുന്നുണ്ട്. ഈ ക്യാവിറ്റിയെ പറയുന്ന പേരാണ് അസെറ്റാബുലം. ഈ അസെറ്റാബുലത്തിലേക്കാണ് നമ്മുടെ തൈ ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഷോൾഡറിൽ നമുക്കൊരു ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലോട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. ഇവിടെ അസെറ്റാബുലത്തിലേക്കാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലെഗ്സ് നോക്കാം. ലെഗ്സിലും 30 ബോണാണുള്ളത്. 2 ലെഗ് ആവുമ്പോൾ നമുക്ക് എത്ര ബോൺസ് ആയി? 60 ബോൺസ് ആയി. ഇവിടെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്, പേരിൽ മാത്രമേ മാറ്റമുള്ളൂ. അതായത് കയ്യിൽ ഹ്യൂമറസ് ആണെങ്കിൽ കാലില് ഫീമർ. ഇവിടെ ഫിബുല ആൻഡ് ടിബിയ, റേഡിയസ് ആൻഡ് അൾനയ്ക്ക് പകരം ടിബിയ ആൻഡ് ഫിബുല. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന റിസ്റ്റ് ബോൺ ഏതായിരുന്നു? കാർപ്പൽസ് അല്ലേ? പക്ഷെ ഇവിടെ പേരിന് ചെറിയ മാറ്റമുണ്ട്. ആംഗിൾ ബോൺസ് ടാസൽസ് എന്ന് പറയും. ടാസൽസ്. അപ്പൊ കാർപ്പൽ കഴിഞ്ഞ് മെറ്റാകാർപ്പലായി. അപ്പൊ ടാർസൽ കഴിയുമ്പോൾ മെറ്റാടാസൽ. പിന്നെ ഫെലാഞ്ചസ് സെയിം നെയിം ആണ്. അപ്പൊ നമ്മുടെ പേരെന്തൊക്കെയാണ്? ഫീമർ, ടിബിയ, ഫിബുല, ടാസൽസ്, മെറ്റാടാസൽസ്, ഫെലാഞ്ചസ്. ഇനി നമ്പർ നോക്കിയാലോ. ഫീമർ 1, ഒരു ഫിബുല, ഒരു ടിബിയ. ടാസൽസ് 7 ആണ്, മെറ്റാടാസൽസ് 5, ഫെലാഞ്ചസ് 14. പക്ഷെ ഒരു കാര്യം നോക്കൂ, നമുക്ക് നേരത്തെ കാർപ്പൽ കയ്യിൽ 8 കാർപ്പൽ ഉണ്ടായിരുന്നു റിസ്റ്റില്, ഇവിടെ 7 ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കുറഞ്ഞില്ലേ? പക്ഷെ സ്റ്റിൽ നമ്മൾ 30 എന്ന് പറയുന്നു. അപ്പൊ നമ്പർ എങ്ങനെ ശരിയാക്കാം? ഇവിടെ നമുക്ക് മുട്ടിൽ ഒരു ചിരട്ട, നമ്മൾ മുട്ടിന്റെ ചിരട്ട എന്ന് പറയില്ലേ, അതിനെ പറയുന്ന പേരാണ് നീ ക്യാപ്പ്. നീ ക്യാപ്പിന്റെ മറ്റൊരു പേരാണ് പാറ്റല്ല. അപ്പൊ ഈ ഒരു ബോണും കൂടെ കാലിൽ എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പൊ അതെന്തായി? ടോട്ടൽ 30 ആയി. അപ്പൊ കാലിലെ ബോൺസ് ഏതൊക്കെയാ? ഫീമർ, പാറ്റല്ല, ഫിബുല, ടിബിയ, ടാസൽസ്, മെറ്റാടാസൽസ്, ഫെലാഞ്ചസ്, ടോട്ടൽ 30. 2 കാലിലും കൂടി ആകുമ്പോൾ 60. 60ന്റെ കൂടെ എന്തുണ്ട് നമുക്ക്? 2 കോക്സൽ ബോൺസ് അല്ലേ, നമ്മുടെ പെൽവിക് ഗേർഡിൽ. അപ്പൊ എത്രയായി? 62. അതുപോലെ കയ്യിൽ 60 ബോൺസ്, പെൽവിക് ഗേർഡില് നമ്മുടെ, അതായത് ഷോൾഡർ ബോൺ 4, 2 സൈഡിലും കൂടി. അപ്പം 64. അപ്പം എത്രയായി ടോട്ടൽ? 6 6 6 12, 126 ബോൺ. ആ 126 ബോണും നമ്മുടെ ആക്സിയൽ സ്കെലറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 80 ബോണും. ടോട്ടൽ എത്രയായി? 206 ബോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറയണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.